പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ 24.9.9 ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. പുതിയ വെർഷനിൽ പ്രധാനമായിട്ടും രണ്ട് മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ലോഗിൻ അഥവാ സൂപ്പർവൈസറുടെ ലോഗിനുമായി ബന്ധപ്പെട്ടാണ് കാണാൻ സാധിക്കുക. അതായത് സൂപ്പർവൈസറുടെ ലോഗിൻ ഉപയോഗിച്ച് ഗ്രോത്ത് മോണിറ്ററിംഗ് എഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുമ്പ് നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ, ഇററുകളൊക്കെ പുതിയ വെർഷനിൽ പരിഹരിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് വന്നിട്ടുള്ള മാറ്റം ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ THR വിതരണവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ ഒരു മാറ്റം കാണാൻ സാധിക്കുക. അതായത് പുതിയ അപ്ഡേഷൻ പ്രകാരം ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ THR കൈപ്പറ്റുന്നതിനായിട്ട് അവർ നിർദ്ദേശിക്കുന്ന ഒരു നോമിനിയെ നമുക്ക് അവരുടെ പ്രൊഫൈലിൽ ചേർക്കുന്നതിന് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചേർക്കുന്ന ഒരു നോമിനിക്ക് ഈ ഒരു ഗർഭിണിയുടെയോ പാലൂട്ടുന്ന അമ്മയുടെയോ THR കൈപ്പറ്റാനും അതുപോലെ തന്നെ ഈ ഒരു നോമിനിയുടെ ഫോട്ടോ വെരിഫൈ ചെയ്ത് നമുക്ക് ആ ഒരു ഗർഭിണിയുടെയോ പാലൂട്ടുന്ന അമ്മയുടെയോ THR പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ അംഗനവാടി പ്രദേശത്തെ ഏതെങ്കിലും ഒരു ഗർഭിണിക്കോ ഏതെങ്കിലും ഒരു പാലൂട്ടുന്ന അമ്മയ്ക്കോ അംഗനവാടിയിൽ നിന്നും THR കൈപ്പറ്റുന്നതിനും അതുപോലെ തന്നെ ഫോട്ടോ വെരിഫൈ ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അവരുടെ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഒരു നോമിനിയായിട്ട് നമുക്ക് അവരുടെ പ്രൊഫൈലിൽ ചേർക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ചേർക്കുന്ന ആ ഒരു നോമിനിക്ക് അവരുടെ THR കൈപ്പറ്റാൻ സാധിക്കുന്നതാണ്. കൂടാതെ ആ ഒരു നോമിനിയുടെ ഫോട്ടോ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് അവരുടെ THR പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മളൊരു നോമിനിയെ ചേർക്കുമ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗർഭിണികൾ, പാലൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് മാത്രമേ നമുക്ക് നോമിനിയെ ചേർക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളുടെ പ്രൊഫൈലിൽ നമുക്ക് നോമിനിയെ ചേർക്കാൻ സാധിക്കുകയില്ല. അതുപോലെ നമ്മൾ ഗർഭിണിയുടെയും പാലൂട്ടുന്ന അമ്മയുടെയൊക്കെ പ്രൊഫൈലിൽ ഒരു നോമിനിയെ ചേർക്കുമ്പോൾ ആ ഒരു നോമിനിയുടെ ആധാർ വിവരങ്ങൾ നൽകിയിട്ട് അവരുടെ EKYCയും അതുപോലെ തന്നെ ഫോട്ടോ ക്യാപ്ചറിങ് നടത്തി അവരുടെ FRSും പൂർത്തീകരിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു ഗുണഭോക്താവിന്റെ പ്രൊഫൈലിൽ ഒരു നോമിനിയെ ഒരിക്കൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുകയില്ല. അപ്പോൾ ഒരു നോമിനിയെ ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചേർക്കണം. ഗുണഭോക്താക്കളെ പരസ്പരം മാറാതെ കൃത്യമായിട്ടുള്ള ഗുണഭോക്താവിനെ കൃത്യമായിട്ടുള്ള നോമിനിയെ തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കൊരു ഗുണഭോക്താവിന്റെ പ്രൊഫൈലിൽ ഒരു നോമിനിയെ മാത്രമേ ചേർക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ നോമിനികളെ ചേർക്കാൻ സാധിക്കുകയില്ല. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കൊരു നോമിനിയെ ഒരു ഗുണഭോക്താവിന്റെ പ്രൊഫൈലിൽ മാത്രമേ ചേർക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ ഗുണഭോക്താക്കളുടെ പ്രൊഫൈലിൽ ചേർക്കാൻ സാധിക്കുകയില്ല. അതായത് നിലവിൽ ഒരു ഗുണഭോക്താവിന്റെ പ്രൊഫൈലിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഒരു നോമിനിയെ മറ്റൊരു ഗുണഭോക്താവിന്റെ പ്രൊഫൈലിൽ വീണ്ടും ചേർക്കാൻ സാധിക്കുകയില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ 2 ഗർഭിണികളുണ്ട് എങ്കിൽ ആ 2 ഗർഭിണികളുടെയും പ്രൊഫൈലിൽ ഒരേ സെയിം നോമിനിയെ തന്നെ നമുക്ക് ചേർക്കാൻ സാധിക്കില്ല. 2 ഗർഭിണികളുടെയും പ്രൊഫൈലിൽ 2 വ്യത്യസ്ത നോമിനികളെ ഉള്ളൂ നമുക്ക് ചേർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരെയാണ് നമുക്കൊരു ഗർഭിണിയുടെയും പാലൂട്ടുന്ന അമ്മയുടെയും നോമിനിയായിട്ട് നിലവിൽ ചേർക്കാൻ സാധിക്കുക. കൂടാതെ ഒരു നോമിനിയെ എങ്ങനെയാണ് ഗർഭിണികളുടെയും പാലൂട്ടുന്ന അമ്മയുടെയും പ്രൊഫൈലിൽ ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ ഒരു നോമിനിയെ ഉപയോഗിച്ച് എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ THR രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുമുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്.